ഇന്ന് തിരുവനന്തപുരത്ത് വളരെ രസകരമായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന വോട്ടെടുപ്പിലെ ചില കാര്യങ്ങൾ എന്ന് തോന്നുന്നു. കാരണം 99 പേർ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ചില ആളുകൾ കൂടി വോട്ട് ചെയ്യേണ്ടതുണ്ട്. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ CPM-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ദീപകിന്റെ ചില ഒരു സത്യപ്രതിജ്ഞ ലംഘനം സംബന്ധിച്ച ഒരു വിഷയം ഉന്നയിക്കുകയാണ്. ആ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം വിവിധ ആളുകളുടെ ബലിദാനികളുടെ പേരിൽ അടക്കം സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു ഒരു CPM നേതാവ് രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അത് ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞു. പക്ഷേ തിരുവനന്തപുരത്ത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. 20-ലധികം ആളുകൾ ചെയ്തിട്ടുണ്ട്. അത് ചൂണ്ടിക്കാട്ടുകയാണ് CPIM. തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്നാണ് CPIM പറയുന്നത്. ചട്ടപ്രകാരം വോട്ട് ചെയ്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണമെന്ന് ആവശ്യം. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെ ചെയ്ത പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ല എന്നും CPIM പറയുന്നു. അഞ്ജു ജയപ്രകാശ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു, എന്താണ് അവിടെ നടക്കുന്നത്? ഇപ്പോൾ ആ വിഷയം ഉന്നയിക്കുകയാണോ CPIM? രുചിഷ് 99 പേർ വോട്ട് രേഖപ്പെടുത്തി. പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. അതിന് പിന്നാലെ തന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ CPM നേതാവ് ദീപക് എഴുന്നേറ്റ് നിന്ന് ചില ആവശ്യങ്ങൾ പറഞ്ഞു, ചില സബ്മിഷൻ ഉന്നയിച്ചു. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന് ശേഷം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിട്ടുണ്ട് എന്ന വിഷയമാണ് ചൂണ്ടിക്കാട്ടിയത്. 20ഓളം വരുന്ന അംഗങ്ങൾ പല പേരുകളിലായിട്ടാണ് പ്രതിജ്ഞ എടുത്തത്. അത് ചട്ടലംഘനമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ പരാതി നൽകിയിട്ടുണ്ട്. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ദീപക് പറഞ്ഞത്. ചട്ടപ്രകാരം പ്രതിജ്ഞ എടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. അതിനാൽ വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണ്. ഈ വോട്ടെടുപ്പ് നിലവിൽ ആ 20 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കളക്ടർ മറുപടി പറയുകയായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പാണ് ഇത് ഉന്നയിക്കേണ്ടത് എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന കാര്യം കളക്ടർ ചൂണ്ടിക്കാട്ടി. അങ്ങനെ ദീപക് കളക്ടർ തർക്കം ഇപ്പോൾ തുടരുകയാണ്. വോട്ടെടുപ്പിന് പിന്നാലെയാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത്. എന്തായാലും വോട്ട് എടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. കളക്ടർ രേഖാമൂലം ഈ പറഞ്ഞ സംഭവം എഴുതി നൽകണമെന്നുൾപ്പെടെ CPM ആവശ്യപ്പെട്ടു. നടപടി തെറ്റെങ്കിൽ കളക്ടർ എന്തുകൊണ്ട് തടഞ്ഞില്ല എന്ന കാര്യവും ദീപക് ചോദിക്കുകയുണ്ടായി. ഒപ്പിട്ടതോടെ കൗൺസിൽ അംഗങ്ങളായി മാറി. പരാതി ഉണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കണമെന്നായിരുന്നു കളക്ടറുടെ മറുപടി ഉണ്ടായിരുന്നത്. അഞ്ജു, നേരത്തെ സമാനമായി രക്തസാക്ഷികളെ ചൂണ്ടിക്കാട്ടിയൊക്കെ സത്യപ്രതിജ്ഞയൊക്കെ ഇത്തരത്തിൽ തന്നെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മാറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസമായിട്ടും ഇടപെടാത്തത് കളക്ടറുടെ ആ ചോദ്യവും ന്യായമല്ലേ? വലിയ തരത്തിൽ ഇത് ചട്ട ലംഘനമാണെന്ന് നേരത്തെ CPM തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ കാര്യം പരാതിയുമായിട്ട് CPM മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഇവിടെ ഉന്നയിക്കേണ്ട കാര്യമല്ല, അത് കോടതിയാണ് അറിയിക്കേണ്ടത് എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ദീപക് വീണ്ടും എഴുന്നേറ്റ് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ കളക്ടർ അത് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കേണ്ടതില്ലെന്ന കർശന നിലപാട് കളക്ടർ എടുത്തു. കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് രുചീഷ്. ശരി അഞ്ജു, എന്തായാലും തിരുവനന്തപുരത്ത് അത് വലിയ തർക്കത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് ചരിത്രത്തിൽ ആദ്യമായി BJP മേയർ തെരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ CPIM ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. അത് നേരത്തെ തന്നെ പരാതിയായി CPIM ഉന്നയിച്ചതാണ്. വിവിധ തലത്തിൽ 20ഓളം സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചെയ്തത് ബലിദാനികളുടെ പേരിലൊക്കെയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. പല ദൈവങ്ങളുടെ പേരെടുത്തൊക്കെയാണ് പലരും സത്യപ്രതിജ്ഞ ചെയ്ത്. സാധാരണഗതിയിൽ അതിനൊരു ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ ദൈവനാമത്തിൽ വേണമെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അതില്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യാം. അതൊക്കെ സാധാരണഗതിയിൽ ഉള്ളതാണ്. പക്ഷേ ഇവിടെ ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ CPIM പരാതിയായി ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളക്ടറുമായും ഇതേ വിഷയത്തിൽ CPIM-ന്റെ നേതാക്കൾ, പാർലമെന്ററി പാർട്ടി നേതാവ് ദീപക് അവിടെ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. എന്തായാലും ഇപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കളക്ടർ നിലപാടെടുത്തു. ഇപ്പോൾ